എൻ്റെ പേര് വജന. ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്നു. ഞാനൊരു ഫാർമസിസ്റ്റാണ്. ആദ്യം തന്നെ ഞാൻ അമ്മ മാതാവിന് വളരെയധികം നന്ദി പറയുകയാണ്. കാരണം എൻ്റെ കഴിവാലെ ഞാൻ ഒത്തിരി അധികം ശ്രമിച്ചിട്ടും എനിക്ക് സാധിച്ചില്ല. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ മാത്രമാണ് എനിക്ക് ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് സാധിച്ചത്. എല്ലാവരുടെയും പോലെ തന്നെ പുറത്തേക്ക് പോകണം എന്നുള്ളൊരാഗ്രഹത്താൽ ഞാൻ ദുബായിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് MOH എക്സാം എഴുതി. ആ സമയത്ത് എൻ്റെ കഴിവുകൊണ്ട് ഞാൻ പഠിച്ചു. ഞാനൊരു പ്രാവശ്യം ഫെയിലായി. അതുപോലെ തന്നെ വീണ്ടും എല്ലാവരും പറഞ്ഞു ഒന്നുകൂടിയും ട്രൈ ചെയ്യുക, നീ പാസ്സാവും. ഞാൻ വീണ്ടും എക്സാം എഴുതി. ഞാൻ ഫെയിലായി. വെറും 5 മാർക്കിനൊക്കെയാണ് ഞാൻ ഫെയിലായിരുന്നത്. ഞാനും എൻ്റെ കുടുംബം വളരെയധികം വിഷമിച്ചു. അപ്പച്ചനും അമ്മച്ചിക്ക് ഉടമ്പടി എടുത്തിരുന്നെങ്കിലും ഞാൻ അതിലധികം അവരുടെ കൂടെ കൂടിയിരുന്നില്ല. പിന്നീട് എന്നെക്കൊണ്ടത് സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാനിവിടെ വന്ന് ജൂലൈ 31 2023 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. വളരെയധികം തീഷ്ണതയോടുകൂടി ഞാൻ പ്രാർത്ഥിച്ച് മാതാവിന് എന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ഞാൻ ദുബായിലേക്കുള്ള എക്സാം ഞാൻ വേണ്ടാന്ന് വെച്ചു. അതിനെ തുടർന്ന് എനിക്ക് എൻ്റെ നാട്ടിലുള്ളൊരു ചേട്ടൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, വചന നീ വിഷമിക്കേണ്ട, എൻ്റെ ഫാർമസിയിൽ എനിക്കൊരു വേക്കൻസി ഉണ്ട്. അത് മസ്കറ്റിലാണ്, ഒമാനിലാണ് എക്സാം നീ എഴുതേണ്ടത്. നിനക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നീ അങ്ങോട്ടേക്ക് പോരേ എന്നുള്ളൊരു ആയിട്ട് എൻ്റെ അടുത്തേക്ക് ആൾ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും ദുബായിലേക്കൊക്കെയാണ് എക്സാം എഴുതുന്നത്, ഇനി അങ്ങോട്ടേക്ക് ഒരു തവണ കൂടി എനിക്ക് ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇനി അത് എഴുതിയിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ഉറച്ച ബോധ്യം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞതിനനുസരിച്ച് ഞാൻ മസ്കറ്റിലേക്കുള്ള എക്സാം എഴുതാനായിട്ട് പ്രിപ്പയറായി. പക്ഷേ 2 തവണ ഫെയിലായതിൻ്റെ ഒരു പേടി എനിക്കുണ്ടായി. കാരണം എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചു. ആ സമയത്ത് എനിക്കറിയാത്ത എൻ്റെ കുറേ ഫ്രണ്ട്സ്, എനിക്കവരറിയില്ല, പക്ഷെ അവരെന്നെ വിളിച്ച് എങ്ങനെ പഠിക്കണം, എങ്ങനെ തുടങ്ങണം, എന്തെല്ലാം പഠിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. പക്ഷെ അവരാരാണെന്നോ എന്താണെന്നോ അവർക്ക് എങ്ങനെ എൻ്റെ നമ്പർ കിട്ടിയെന്നോ ഒന്നും എനിക്കറിയില്ല. ഓരോ ദിവസം ഞാൻ പഠിക്കാതിരിക്കും തോറും എല്ലാവരും എന്നെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇതൊക്കെ ഞാൻ വിചാരിച്ചു മാതാവായിട്ട് ഓരോരുത്തർ എൻ്റെ അടുത്തേക്ക് അയക്കുന്നതായിരിക്കും, എങ്ങനെ പഠിക്കണം എന്ന് എനിക്ക് പറഞ്ഞു തരുന്നതായിരിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഞാൻ പഠിച്ചു. 1 മാസത്തോളം ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. കാരണം വേറൊരു വഴി എനിക്കില്ല. കാരണം ഇനിയൊരു എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള പൈസയും ഫിനാൻഷ്യലി എൻ്റെ വീട്ടിൽ എനിക്ക് ഉണ്ടായിരുന്നില്ല. നല്ലോണം പ്രാർത്ഥിച്ചു. അതിനു മുമ്പ് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നു, ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ 2 തവണ ഞാൻ എക്സാം എഴുതി, എനിക്ക് കിട്ടിയില്ല. ഇതും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ എക്സാം എഴുതില്ല. കാരണം ഞാൻ പുറത്തു പോയിട്ട് വേണം എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഒന്ന് സെറ്റിൽ ചെയ്യാനായിട്ട്. അപ്പം അച്ഛൻ പറഞ്ഞു, നീ പേടിക്കണ്ട. അച്ഛനൊരു കാശ് രൂപ എനിക്ക് തന്നു. ഒരു കാരണത്താലും നീ പേടിക്കണ്ട, ഈ എക്സാം നീ പാസ്സാവും. പേടിക്കാതെ ധൈര്യമായിട്ട് മാതാവിൻ്റെ മുൻപിൽ സാക്ഷ്യം പറയാനായിട്ട് നീ ഒരുങ്ങിക്കോളാം എന്നോട് പറഞ്ഞു. ഞാൻ ആ വിശ്വാസത്തോടു കൂടെ ഞാൻ എക്സാം എഴുതാനായിട്ട് എറണാകുളത്ത് പോയി. മാതാവിൻ്റെ അച്ഛൻ തന്ന കാശ് രൂപം കൊണ്ടും തൈലവും തേനും കഴിച്ചും ഞാൻ എക്സാമിന് അറ്റൻഡ് ചെയ്തു. എക്സാം ഹാളിൽ ഞാൻ കയറിയപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. എവിടുന്ന് എങ്ങനെയാണ് വരിക എന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസും എനിക്ക് ഫ്രണ്ട്സ് പറഞ്ഞു എന്നെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞതും ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്തതും ഫയലുകളൊക്കെ എനിക്ക് ഷെയർ ചെയ്ത അതേ ക്വസ്റ്റ്യൻസും അതേ ആൻസേഴ്സും തന്നെയായിരുന്നു എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരുന്നത്. എനിക്കൊരു ഡൗട്ട് പോലും ഉണ്ടായിരുന്നില്ല അതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും വരിക എന്നുള്ളത്. വന്നിട്ട് ആൻസർ ശരിയാണോ എന്നുള്ളൊരു ഡൗട്ട് പോലും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ എല്ലാം കറക്റ്റ് ചെയ്തു. 60% മാർക്കാണ് എനിക്ക് പാസ്സാവാൻ വേണ്ടിയിരുന്നത്. പക്ഷേ 72% മാർക്കോടുകൂടെ ഞാൻ പാസ്സായി. അതിനെ തുടർന്ന് പിന്നീടാണ് ഞാൻ എക്സാം പാസ്സായി. ഞാൻ പിറ്റേ ദിവസം ഇവിടെ വന്നു, മാതാവിനോട് നന്ദി പറഞ്ഞു, ഞാൻ തിരിച്ചു പോയി. പിന്നീടാണ് അറിഞ്ഞത് ഇനിയും ഒരു എക്സാം കൂടി ഉണ്ട്. ഈ തിയറി എക്സാം പോലെ തന്നെ അവിടെ ഒമാനിൽ ചെന്നിട്ട് വൈവ് എക്സാമും കൂടി ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. വേറൊരു കൺട്രിയിലേക്കും ഇല്ലാത്ത ഒരു എക്സാമാണ് ഇവിടേക്ക് വൈവ് ആയിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ വിചാരിച്ചു കർത്താവേ കഴിഞ്ഞില്ലേ, ഇതോടുകൂടി കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചേ. പക്ഷേ ഒരു എക്സാമും കൂടി ഇനി ഓറലി ആയിട്ട് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പേടിച്ചു.
ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പറഞ്ഞു, അച്ഛ ഇനിയൊരു വൈവയും കൂടി ഉണ്ട് എനിക്ക്, അതും കൂടി എനിക്ക് പാസ്സാവണം, വേറെ വഴിയില്ല, ഒരു സ്പോൺസറൊക്കെ പൈസ മുടക്കി ചെയ്യുന്ന കാര്യങ്ങളാണ്, ഇതിൽ ഫെയിലായാൽ പിന്നെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, ഞാൻ ആദ്യമേ തുടങ്ങണം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നീ സാക്ഷ്യം പറയാനോട് ഒറ്റ ധൈര്യത്തിൽ നീ എക്സാം എഴുതിക്കോ, ഇതും നീ പാസ്സായിക്കോളും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ഒക്ടോബർ 25 ഞാൻ ഇവിടുന്ന് വിസിറ്റിങ്ങിന് ഞാൻ ഒമാനിലേക്ക് പോയി. കൂടെ ആരും ഉണ്ടായിരുന്നില്ല, സ്പോൺസറും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇൻ്റർവ്യൂ ബോർഡിന് ഞാൻ എക്സാമിന് കയറി. ഇൻ്റർവ്യൂ ബോർഡിന് 4 അറബികളായിരുന്നു. അവിടെ ചെന്നിരുന്നു, അവരെ വിഷ് ചെയ്തു. അവരെന്താ എന്നോട് ചോദിച്ചേ, എന്താ ഞാൻ പറഞ്ഞേ, എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഒന്നിനും ഉത്തരം പറയാതെ ഇരുന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, മാതാവിൻ്റെ കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇൻ്റർവ്യൂ ബോർഡിലേക്ക് എക്സാം ഹാളിലേക്ക് കയറിയപ്പോൾ ഞാൻ കയ്യിലൊരു ഉപ്പ് ഞാൻ പിടിച്ചായിരുന്നു. ഉപ്പ് ഞാൻ ഹാളിലിട്ടിട്ടാണ് ഞാൻ എക്സാമിന് കയറിയത്. എക്സാം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നന്നായിട്ടുണ്ട്, ഓൾ ദി ബെസ്റ്റ്, റിസൾട്ട് നാളെ അറിയാമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ എക്സാം ഹാളിൽ നിന്ന് തിരിച്ചിറങ്ങി. എന്താ നടന്നതെന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാ അത് പറയാതെ എനിക്കറിയില്ല. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ എക്സാമിന് ഹാളിൽ നിന്ന് പുറത്തിറങ്ങി. സ്പോൺസറോട് പറഞ്ഞു, കുഴപ്പമുണ്ടായിരുന്നില്ല, എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞു. ഇനി ആൾ പറഞ്ഞു എൻ്റെ അടുത്ത്, നീ വിഷമിക്കണ്ട, റിസൾട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് എല്ലാം നോക്കാമെന്ന്. പിറ്റേ ദിവസം ഒരു 3 മണിയോടുകൂടി റിസൾട്ട് വന്നു. അതിലും ഞാൻ പാസ്സായി. പിന്നീട് അങ്ങോട്ട് മാതാവ് എൻ്റെ കൂടെ എന്നെ പിടിച്ച് നടക്കുന്ന പോലെയായിരുന്നു. ഓരോന്നിനും ഓരോ പ്രോസസ്സിനും ഓരോ കടമ്പകൾ കടന്നിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. കൂടെയുള്ളവർക്ക് ഓരോ പ്രശ്നങ്ങളും മെഡിക്കലിലും കാര്യങ്ങൾക്കും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്കതൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എല്ലാം ഒന്നിനൊന്ന് മികച്ചതായിട്ടായിരുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നിരുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാനും അമ്മയും പത്രങ്ങൾ കൊടുക്കുമായിരുന്നു. ഞാൻ രാജഗിരി ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെയുള്ള രോഗികൾക്ക് ഞാൻ പത്രങ്ങൾ കൊടുത്തായിരുന്നു. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ കൊടുത്തായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ആലുവയിൽ തന്നെയുള്ളൊരു മഠത്തിൽ വൃദ്ധസദനത്തിൽ ഞാൻ അവർക്ക് ശുശ്രൂഷ ചെയ്യാനും അവരോട് കുറച്ച് നേരം സംസാരിക്കാനും ഒക്കെ ഞാൻ പോയായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അമ്മയും ഇവിടെ ചാലക്കുടിയിൽ ഒരു സ്ഥലത്ത് എല്ലാ ചൊവ്വാഴ്ചയും പോയി അവർക്ക് ശുശ്രൂഷ ചെയ്തു കൊടുത്തായിരുന്നു. പിന്നെ ഞങ്ങൾ 10 പൊതിയോളം ഭക്ഷണം ഉണ്ടാക്കി എനിക്ക് ഓഫുള്ള ദിവസങ്ങളിൽ ഞാൻ വീട്ടിൽ വന്ന് ഞാനും അമ്മയും അപ്പനും ഒരുമിച്ച് പൊതിച്ചോറുണ്ടാക്കി ഞങ്ങൾ ഹൈവേയുടെ അവിടെയൊക്കെ ഞങ്ങൾ വഴിയിൽ ഭക്ഷണം കഴിക്കാൻ വഴിയില്ലാത്തവർക്കൊക്കെ ഞങ്ങൾ ഭക്ഷണം കൊടുത്തായിരുന്നു. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ ഞങ്ങൾ ചെയ്തായിരുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട്. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്താലും ഞാൻ അങ്ങനെ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം ഞാൻ പൂർത്തീകരിച്ചു. മാതാവിൻ്റെ അനുഗ്രഹത്താൽ മാത്രമാണ് എനിക്കിവിടെ നിന്ന് ഈ ഒരു സാക്ഷ്യം നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാൻ സാധിച്ചത്. എൻ്റെ കഴിവിൽ എനിക്കിത് സാധ്യമാകുമെന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല, എന്നെക്കൊണ്ട് പറ്റുമായിരുന്നില്ല. കാരണം എൻ്റെ കഴിവിലും സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ച് 2 തവണ എക്സാം അറ്റൻഡ് ചെയ്തെങ്കിലും എനിക്കത് എക്സാം പാസ്സാവാൻ പറ്റിയില്ല. പിന്നീട് മാതാവിനോട് ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കുടുംബവും ഞാനും മാതാവിനോട് കൂടെ വിശ്വസിച്ച് നടന്ന് ഞങ്ങൾ ഇവിടം വരെ എത്തി. വലിയൊരു കാര്യം ഞങ്ങൾ സാധിച്ചെടുത്തു. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. കർത്താവ് കരുണാമയനും നീതിമാനുമാണ്. നമ്മുടെ ദൈവം കൃപാലുവാണ്. എളിയവരെ കർത്താവ് പരിപാലിക്കുന്നു. ഞാൻ നിലം പറ്റിയപ്പോൾ അവിടുന്ന് എന്നെ രക്ഷിച്ചു. വചന പ്രിൻസ് എന്ന ഈ മകൾ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും ചെയ്തതിലൂടെ ഏറെ വർഷങ്ങളായി മകൾ ജീവിതത്തിൽ കൊണ്ടു നടന്നിരുന്ന ഏറ്റവും വലിയൊരു നിയോഗത്തെ, ആഗ്രഹത്തെ ഇന്ന് ഫലമണിയുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഈ അൾത്താരയിൽ സാക്ഷ്യം പങ്കുവയ്ക്കുന്നത്. മകൾ വിദേശത്ത് പോകുവാൻ വേണ്ടി പലതവണ പരിശ്രമിച്ചു, പരാജയപ്പെട്ടു. അമ്മ മാതാവിനെക്കുറിച്ച് അറിയുകയും മാതാപിതാക്കൾ വളരെ നേരത്തെ ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നെങ്കിലും മകൾ പലതുകൊണ്ടും അതിനോട് താല്പര്യം കാണിക്കാതെ അകന്ന് ജീവിച്ചെന്ന് അവളുടെ തന്നെ വാക്കുകളിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ എല്ലാ വഴികളും അടയുകയും കഴിവിൽ ആശ്രയിച്ചുള്ള പരീക്ഷകളിലുള്ള പങ്കാളിത്തം പരാജയപ്പെടുകയും ഇനി ഒരു ചാൻസ് മാത്രം വിദേശ രാജ്യത്തേക്കുള്ള പരീക്ഷയ്ക്ക് വേണ്ടി തനിക്ക് മിച്ചം വരികയും ചെയ്യുമ്പോൾ
മാതാവിൽ ആശ്രയിക്കുവാനും ശരണപ്പെടുവാനും എളിമപ്പെടുത്തുവാനും തൻ്റെ കഴിവിനേക്കാൾ ഉപരി ദൈവാനുഗ്രഹത്തിന് പ്രാധാന്യം കൊടുക്കുവാനും മകൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഉടമ്പടി ജീവിതം തുടങ്ങുമ്പോൾ മുതൽ ഉടമ്പടിയോട് പൂർണ്ണമായ വിശ്വസ്തത മകൾ പുലർത്തുന്നുണ്ട്. അത് പ്രാർത്ഥനകളിലാണെങ്കിലും കാരുണ്യ പ്രവൃത്തികളിലാണെങ്കിലും പത്രം വിതരണം ചെയ്യുന്ന വിഷയത്തിലാണെങ്കിലും ഓരോ കാര്യവും അത് എന്താണോ ഉടമ്പടി നമ്മളിൽ നിന്നും ആവശ്യപ്പെടുക, നമ്മുടെ സ്റ്റാറ്റസ് നോക്കാതെ, നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ നോക്കാതെ വിനയപ്പെട്ട മനസ്സോടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവ നിർവഹിക്കുവാൻ മകൾ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു എന്ന് ആവർത്തിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന്, മകളുടെ 2 പരീക്ഷകളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ആദ്യത്തെ പരീക്ഷയ്ക്ക് വേണ്ടി പോകുമ്പോഴും രണ്ടാമത്തെ ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുമ്പോഴും മകൾ ജോസഫ് അച്ഛനെ കാണുന്ന കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഇവിടെ ഈ അൾത്താരയിൽ നടക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദൈവിക പ്രവൃത്തിയാണ് ജോസഫ് അച്ഛൻ്റെ അനുദിനവുമുള്ള കൈവപ്പ് ശുശ്രൂഷയും അമ്മ മാതാവിലും ഈശോയിലും ബലപ്പെടുത്തിക്കൊണ്ട് ജീവിതാവസ്ഥകളെ അനുഗ്രഹിക്കുന്ന പ്രാർത്ഥനയും. ശൈത്യപൂശിയും ക്രൂശുദ്രൂപം കരങ്ങളിൽ കൊടുത്തും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ കാശുരൂപം കൈമാറിയും എവിടെയാണോ രോഗാവസ്ഥകളുള്ളത് ആ രോഗ ഇടങ്ങളിൽ ശൈത്യപൂശുവാനായി കൈമാറിക്കൊണ്ടും അച്ഛന് നാളിത്രയും ഉള്ള പ്രാർത്ഥനാരൂപിയിൽ പ്രാർത്ഥനാ വരത്തിൽ നിന്നുകൊണ്ട് അച്ഛൻ സൗഖ്യ ശുശ്രൂഷയും ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പുതിയ കാഴ്ചപ്പാടുകളും ദർശനങ്ങളും സന്ദേശങ്ങളും നൽകുന്ന വലിയൊരു ശുശ്രൂഷ ഓരോ ദിനവും ഈ അൾത്താരയിൽ നമ്മൾ കാണുന്ന ഒരു ഭാഗ്യമാണ്. മകൾ പറയുന്നുണ്ട്, ആദ്യത്തതിന് പരീക്ഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ അച്ഛൻ്റെ അരികിൽ വന്ന് ഇനിയൊരു അവസരമില്ല, അതുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് അവൾ നിലവിളിച്ച് പറയുമ്പോൾ ധൈര്യമായിട്ട് പോവുക, വിജയിക്കുമെന്ന് അച്ഛൻ സന്ദേശം കൈമാറുന്നു. ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും അതുപോലെ തന്നെ ആകെ ക്ലേശത്തിലാണ്, ആദ്യം മുതലെല്ലാം ചെയ്യേണ്ടി വരുമെന്ന് മകൾ നിലവിളിച്ച് പറയുമ്പോൾ അച്ഛൻ പറയുന്നു, സാക്ഷ്യം പറയുവാൻ തയ്യാറാവുക, നിനക്ക് പ്രയാസമുണ്ടാവില്ലെന്ന സന്ദേശം കൈമാറുന്നു. അച്ചിട്ടതുപോലെ മകളുടെ ജീവിതത്തിൽ അനുഗ്രഹമായത് മാറുന്നു. ആ അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സാധിക്കുന്ന അവസരങ്ങളിൽ അതിൻ്റെ ബന്ധപ്പെട്ട രേഖകളുമായി അണയുവാൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മൾ തയ്യാറാകുമ്പോൾ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രത്യേകമായ കൃപയും ശുദ്ധിയും ഈശോയുടെ സവിശേഷമായ അനുഗ്രഹവും നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ദൈവികമായ സന്ദേശങ്ങളുടെ കൈമാറ്റവും ചില കാര്യങ്ങൾ തിരുത്തുവാനും ചില കാര്യങ്ങൾ ചെയ്യുവാനും ചില കാര്യങ്ങൾ കാത്തിരിക്കുവാനും വേണ്ടുന്ന വ്യക്തമായ സന്ദേശങ്ങളും ഈശോനാഥൻ അച്ഛനിലൂടെ എപ്പോഴും കൈമാറാറുണ്ട്. അച്ഛൻ്റെ അരികിലെത്തി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും അത് അനുഭവവുമാണ്. അതുകൊണ്ട് ഈ മകനുടെ സാക്ഷ്യത്തിൽ പ്രത്യേകമായിട്ട് 2 തവണ അച്ഛനെ കാണുവാൻ സാധിച്ചതും ഏറെ ആകുലപ്പെട്ട് കണ്ട നിമിഷങ്ങളിലൊക്കെയും അച്ഛനിലൂടെ വ്യക്തമായ സന്ദേശം ലഭിച്ചതും അതിന്ന് ജീവിതത്തിന് മേൽഗതിക്കുള്ള അനുഗ്രഹമായി തീർന്നതിനെ ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ മകൾക്ക് ലഭിച്ച ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.